പ്ലാസ്റ്റിക് കവർ കൊണ്ട് അതിൻ്റെ ഡ്രസ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് വെളുത്ത പേപ്പറാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്താൽ മതി. ന്യൂസ് പേപ്പർ ഒരു 2 ഷീറ്റ് ഇതേപോലെ മടക്കി എടുക്കുക. ഇതിങ്ങനെ മടക്കി എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളിത് പാൻറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻറ്റിൻ്റെ 2 കാലുകളുണ്ടല്ലോ, അതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി എടുക്കുക. ഞാൻ ആദ്യമേ പറയട്ടെ, വീഡിയോയ്ക്ക് വലിയ ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് എടുക്കാനും പറ്റിയില്ല. ഇത് 3-4 മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഒരു പാൻറ്, ഇപ്പോൾ ജീൻസിൻ്റെ പാൻറ്റൊന്നും എടുക്കരുത്. അതായത് വലിപ്പമുള്ള സാധാരണ നോർമൽ പാൻറ് എടുക്കുക. എങ്കിലും മാത്രമേ നമുക്കിത് കവറാകുമ്പോൾ വലിയില്ല എലാസ്റ്റിക് പോലെ. അപ്പോൾ അതുകൊണ്ട് സാധാരണ പാൻറ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പാൻറ്റിൻ്റെ ആകൃതിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. ശേഷം നമുക്കിതിന് ഇത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പ് അതൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നോർമൽ ന്യൂസ് പേപ്പറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ മാർക്ക് ചെയ്യാൻ പേനയ്ക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്യാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതായത് സെയിം നമ്മുടെ പാൻറ്റിൻ്റെ ആകൃതിയിൽ ഒരു വര വരയ്ക്കുക, പുറത്തും കൂടി ഒരു വര വരയ്ക്കുക. ആ പുറത്തുകൂടി വരച്ച വര കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പുറത്തുകൂടി വരച്ച വരയുടെ ആ ഭാഗമാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാൻ നേരത്തെ ഏകദേശം ഇതേ ആകൃതി തന്നെ ഇരിക്കും. അതായത് നമ്മൾ എടുത്ത പാൻറ്റിനേക്കാളും വലിപ്പം ഉണ്ടായിരിക്കും കട്ട് ചെയ്തെടുത്തത്. ഈ പേപ്പർ നമുക്ക് വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് വേറെ യൂട്യൂബിലൊന്നും കിടപ്പുണ്ടാവില്ല. ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. പിന്നെ അത് പോസ്റ്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇടാണ്ടിരുന്നതാണ്. ഇനി നമ്മളതുപോലെ ഷർട്ടും ഇതുപോലെ പേപ്പറിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഷർട്ടിൻ്റെയും ഇതിൻ്റെയാണ് പേപ്പർ. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന പ്ലാന്റാണ്. നമുക്കത് നിലത്ത് വെച്ച് കട്ട് ചെയ്യണം. അതിനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറും എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. ഈ ഫ്ലോറിലൊന്നും ബാക്ടീരിയ അങ്ങനത്തെ വൈറസ് കാര്യങ്ങളൊന്നും വരില്ല. കാരണം നമ്മളിതെന്നും ക്ലീൻ ചെയ്യുന്നതാണ്. ഇത് വാട്ടർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളെന്നും ഇത് ക്ലോറിനൊക്കെ ചെയ്യുന്നതാണ്. ക്ലോറിനെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഷൂ ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കയറുന്നത്. ഡ്രിങ്കിങ് വാട്ടർ പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എനിക്ക് വേറെ സ്പേസ് ഇല്ലായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് ഇത് ഷർട്ടിൻ്റെയാണ്. ഷർട്ടിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മെത്തേഡ് വെച്ചിട്ട് തന്നെ ഷർട്ടിൻ്റെ ആകൃതിയിലും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ പെയിൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് നിലത്ത് വീഴാണ്ടിരിക്കാനുള്ള കവറാണ്. ഇതുപോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഏത് കവറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാങ്ങാൻ കിട്ടും, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കവർ വെച്ച് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇതേപോലെ 2ആയിട്ട് വിരുത്തി എടുത്തിട്ട് നടുക്ക് ആ പേപ്പറിൻ്റെ പീസ് വയ്ക്കുക. ശേഷം ഇതേപോലെ ഒന്നും കൂടി 2ാമത്തെ ഭാഗം മടക്കി വയ്ക്കുക. ഞാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ താഴത്തോ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതാണ്. ഒരു കമൻറ്റ് പോലും റിപ്ലൈ ചെയ്യാണ്ടിരിക്കത്തില്ല. ശേഷം ഇതേപോലെ ഇതിന് കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആവർത്തിച്ച് ചോദിക്കുന്നത് പലർക്കും നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇനി നമുക്കിതിൻ്റെ കയ്യും ഒക്കെ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരുപാട് ലോങ് ലെങ്ത് വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളെ വെറുതെ സമയം കളയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇതേപോലെ ഞാൻ കൈയും അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കൈയുടെ പീസാണ് കാണുന്നത്. അത് അതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കണം. ഇത് ഏകദേശം 600 സ്പീഡിലാണ് കാണുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കിത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ശേഷം നമുക്കിത് ഇനി ഒട്ടിക്കാനുള്ള പ്രൊസസ്സിലേക്ക് പോവാം. ശേഷം നമുക്കിതിന് സീൽ ചെയ്തെടുക്കണം. അതിനായിട്ട് നിങ്ങൾ ഗ്ലാസിൻ്റെ ഒരു പീസ് വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മിററാണ്. നിങ്ങളുടെ ഗ്ലാസിൻ്റെ എങ്കിലും ടേബിളോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ നമുക്കിത് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്താൽ അത് ഇതേപോലെ ഇരിക്കും. ഇപ്പോൾ ഷർട്ടിൻ്റെ പീസാണ് കാണുന്നത്. ഇനി ഇതേപോലെ ഗ്ലാസിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ശേഷം അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം എടുത്ത ആ ഷർട്ടിൻ്റെ പീസിൻ്റെ മുകളിൽ താഴത്ത് ഗ്ലാസ് വെച്ചിട്ട് മുകളിൽ മറ്റൊരു പേപ്പർ വെച്ചിട്ട് ഇതേപോലെ അയൺ ബോക്സ് വെച്ചിട്ട് ചൂടാക്കി കൊടുത്താൽ മതി. അത് ഒട്ടും. നമ്മളിപ്പോൾ മുകളിൽ പേപ്പർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് നമ്മുടെ അയൺ ബോക്സിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇത് നേരെ മറിച്ച് ഇതേപോലെ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യുക, ഒട്ടിച്ചെടുക്കുക. അത് കുറച്ചധികം നേരം വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളത് ഞാൻ വീഡിയോ ഫുള്ള് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒട്ടിച്ചെടുക്കുക. നമുക്കിത് എല്ലാ വശങ്ങളിലും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് സീലായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ ഇത് പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് നല്ല ടെമ്പറേച്ചറിൽ ചെയ്താൽ മാത്രമേ ഇത് ഒട്ടി പിടിക്കുള്ളൂ, അല്ലെങ്കിൽ ഒട്ടി പിടിക്കില്ല. സാധാരണ നമ്മുടെ സ്റ്റീം അയൺ ഏത് അയൺ ബോക്സ് വേണം ഉപയോഗിക്കാം.
പിന്നെ കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉള്ള അയൺ ബോക്സ് ആണെങ്കിൽ നല്ലത്. ഗ്ലാസിൻ്റെ മുകളിൽ വെച്ച് മാത്രം ചെയ്യുക. അല്ലെങ്കിൽ താഴത്തെ ഭാഗം മുകളിലത്തെ ഭാഗങ്ങളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും, എയർ ബബിൾസ് വരും. അതുകൊണ്ടാണ് ഗ്ലാസ്സിൽ വെച്ച് ചെയ്യാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും പൊട്ടിയ കവറൊക്കെ ആണെങ്കിലും അതിൻ്റെ മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കവറിൻ്റെ വേറൊരു പീസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അയൺ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ നടുക്ക് നമ്മൾ ഈ പേപ്പർ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 2 കവറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമുക്ക് ഈ പേപ്പർ റിമൂവ് ചെയ്യണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ കൈയും കാലും പിന്നെ നമ്മുടെ ഷർട്ടിൻ്റെ പീസും ഒട്ടിച്ചെടുക്കുക. ഒന്നല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. ശേഷം നമുക്കിത് ഇട്ട് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പാൻറ്റാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിടുമ്പോൾ പാൻറ്റും ഷർട്ടും തന്നെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആണുങ്ങൾക്ക് മാത്രമാണ് ചെയ്ത് നോക്കിയത്. പെണ്ണുങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും ഇടാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആദ്യം ഇതേപോലത്തെ നമ്മളിത് പേപ്പർ അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് ചെയ്യുക. കാരണം നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ പേപ്പർ വെച്ചായിരുന്നു. ശേഷം അത് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത്, ഇത് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വിയർക്കാൻ തുടങ്ങും. നോർമലി ഇതുപോലത്തെ ഡ്രസ്സ് വരുന്നത് പ്രത്യേക തരം ഒരു ക്ലോത്തിലാണ്. നമ്മുടെ ഈ മാസ്ക് ഉണ്ടാക്കുന്ന തരം ക്ലോത്തിൽ തന്നെയാണ് ഡ്രസ്സ് വരുന്നത്. എന്തായാലും നമ്മളെപ്പോലുള്ളവർക്ക് അത് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടിലേക്കൊക്കെ പോകാനായിട്ട് ഇതേപോലെ ഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് പേര് പുറകിലൊക്കെ നിൽപ്പുണ്ടാവും. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്. സാധാരണ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ 100-300 സ്റ്റാഫ് വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇതൊരു 10-20 വർഷം പഴക്കമുള്ളൊരു കോമ്പൗണ്ടാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അത്ര വൃത്തിയില്ലാത്തത്. പിന്നെ കുറച്ച് പച്ചപ്പുള്ളൊരു ഏരിയ വേറെ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് തന്നെ വീഡിയോ ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മാസ്ക് വേണം. നമുക്ക് N95 മാസ്ക് കിട്ടിയില്ല, നോർമൽ മാസ്ക് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിലും N95 കിട്ടിയാൽ N95 യൂസ് ചെയ്യുക. ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നാട്ടിലേക്കൊക്കെ എല്ലാവരും പോകുന്നുണ്ട്. ഗ്ലാസ് ഗൂഗിൾസും കൂടെ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നും വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ജനുവരി ചെയ്തൊരു വീഡിയോ ആയിരുന്നു, ഇപ്പോൾ ചെയ്തതല്ല. വെറുതെ പോസ്റ്റ് ചെയ്യാൻ വേറെ വീഡിയോ ഇല്ലാത്തതുകൊണ്ടും വീഡിയോ ചെയ്യാത്തതുകൊണ്ടും പോസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.